ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഇന്നലത്തെ ബ്ലോഗിന് പകരം ഇന്ന് രണ്ടാമത്തെ ബ്ലോഗാണ് നമ്മുടെ. ഇന്ന് നമ്മൾ സൈക്ലിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ഒപ്പം ക്യാമറമാൻ അലനും ഉണ്ട്, പിന്നെ അലൻ്റെ സൈക്കിളും ഉണ്ട്, പിന്നെ എൻ്റെ സൈക്കിളായ RMXൻ്റെ സൈക്കിളും ഉണ്ട്. നമുക്ക് യാത്ര തുടങ്ങാം. ഓക്കെ, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. നമ്മളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നു. ഗായ്സ്, ഇന്ന് നമ്മുടെ വീഡിയോയിൽ സ്പോൺസേർഡ് ആയിട്ടുള്ളത് ഈ ഹോണാണ്. ഈ ഹോണിൽ ലൈറ്റും ഉണ്ട്. ഇത് അമർത്തിയ ഈ ഹോണും വരും. ഇതിൻ്റെ അടിയിലാണ് സ്പീക്കർ. പിന്നെ ഈ ഭാഗത്ത് ലൈറ്റ് ഉണ്ട്. മൂന്ന് പരമായിട്ട് ലൈറ്റുകളുണ്ട്. പിന്നെ ഇത് 4 സെക്കൻഡ് ഒന്ന് അമർത്തി പിടിച്ചാൽ അപ്പോൾ ഇത് സൗണ്ട് മാറും. സൗണ്ട് ഇങ്ങനെ 4 സെക്കൻഡ്സ് ഇങ്ങനെ അമർത്തി പിടിച്ചിരിക്കണം. 4 സെക്കൻഡ് ആയാൽ അപ്പോൾ തന്നെ ഇതിൻ്റെ സൗണ്ട് മാറുന്നതാണ്. ഇതിൻ്റെ ബാക്ക് ലൈറ്റാണ് ലൈറ്റ് ചാർജ് ചെയ്യണത്. ഇതിങ്ങനെ അമർത്തി വെച്ചാൽ അത് ശരിയാവും. പിന്നെ ഇവിടെ നമ്മുടെ സൈക്കിളിൽ വയ്ക്കാനുള്ളതാണ് ഈ സാധനം. ഇതിനെ വെച്ചിട്ട് കാണിച്ചു തരാം. ഇത് സൈക്കിളിൽ ഇങ്ങനെയാണ് വെക്കുന്നത്. ഇതിൻ്റെ ബാക്കിലായിട്ടൊരു ബാൻഡുകളുണ്ട്. ആ ബാൻഡുകളുള്ള കാരണം നമുക്കിത് ഒട്ടിച്ച് വെക്കാൻ പറ്റുന്നത്. അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു ബാൻഡ് ഉണ്ടായിരുന്നു, പക്ഷേ അത് റബ്ബറാണ്. എൻ്റെ റബ്ബറാണ്. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ബാൻഡ് പൊട്ടിപ്പോയി ഇവിടുത്തെ. അപ്പോൾ റബ്ബറാണ് ഞാൻ വെച്ചേക്കുന്നത്. അത് തന്നെ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഗായ്സ്, നമ്മളെ അലൻ സ്പോൺസർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ റൈഡ് ആരംഭിച്ചിരിക്കുകയാണ്. അല്ല, സ്പീഡിൽ വരില്ലേ? ഓക്കെ, നമ്മൾ പോവുകയാണ്. നമുക്ക് 2 വഴിയുണ്ട്. അതിൽ ഒരു വഴിയിൽ KG ഗ്രൗണ്ടിൽ ഫുട്ബോൾ മാച്ച് നടക്കുകയാണ്. പിന്നെ ഒരു വഴിയിൽ കോൺക്രീറ്റിങ് നടക്കുന്നതുകൊണ്ട് KG കൂടിയാണ് നമ്മൾ പോകുന്നത്. നമുക്ക് മാച്ചും കാണാം, സൈക്കിളും ചവിട്ടാം. ഇതേ മാച്ച് തുടങ്ങിയിരിക്കുകയാണ് അവിടെ. നമുക്ക് മാച്ച് പോയി കാണാം. മാച്ച് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കിനി പോകാം. ഫസ്റ്റ് സ്പോട്ട് ചേറ്റുപുഴ പാടാണ്. സെക്കൻഡ് സ്പോട്ടാണ് മഞ്ഞിങ്കര. ദേവജിനെ കാണിക്കാം. ഗൈസ്, നമ്മൾ ആദ്യം പാടത്തേക്ക് പോയിട്ട് നമ്മുടെ ഒരു ഫ്രണ്ടിനെ കാണിക്കാം. ആദ്യം പാടത്തേക്ക് പോവാ. Come on guys, പാടത്തേക്കുള്ള വഴിയാണ്. നമ്മൾ ഓൾറെഡി സൈക്കിൾ കാണിച്ചതാണല്ലോ. പാടം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കുട്ടി പാടം എത്തിയിട്ടുണ്ട്. പാടത്ത് ഫുള്ള് വെള്ളമാണ് ഗൈസ്. വെള്ളപ്പൊക്കമായി. മോന കാനാലൊക്കെ നിറഞ്ഞ് ഗായ്സ്. ഇവിടെ വെള്ളപ്പൊക്കമുണ്ട്. ഇതാണ് ഞങ്ങളുടെ പുഴ. നേരത്തെ ഇവിടെ ഭയങ്കര വയലായിരുന്നു, പക്ഷെ ഇവിടെ ഇപ്പോൾ ഈ മഴ കാരണം ഭയങ്കരമായിട്ട് വെള്ളം വീണു. അത് കാരണം ഇവിടെ പ്രശ്നം ഉണ്ടായിരുന്നു.
ചേട്ടാ പേര് പറഞ്ഞോ? ആ പൊട്ടനാണ് സൂര്യ, ആ പൊട്ടൻ റെഡ് ചെക്കൻ. ബൈ ബൈ. ജോലി യൂട്യൂബ് ചാനലാട്ടാ. എന്താ ഗായ്സ്, നമ്മുടെ ഇവിടെ ഫുള്ള് വെള്ളമാണ്. നോക്കി, ഇത് കണ്ടോ? കണ്ടോ, ഇവിടെ ഫുള്ള് വെള്ളമാണ്. ഇവിടെ നേരത്തെ കൂടെ വയലായിരുന്നു, ഇപ്പൊ ഇവിടെ ഭയങ്കര വെള്ളമാണ്. ഈ ഭയങ്കരമായിട്ടുള്ള ഈ അവൻ്റെ ഇപ്പൊ കല്ലെടുത്ത് എറിയാൻ പോണ്, അവിടെ വീണ്. നേരത്തെ ഒന്നും ഇവിടെ വെള്ളം ഉണ്ടായിരുന്നില്ല ഇത്ര. ഇപ്പൊ ഞങ്ങൾ ഭയങ്കര മഴ കാരണം ഇവിടെ ഇപ്പൊ ഭയങ്കരമായിട്ട് വെള്ളം വന്നിരിക്കുകയാണ്. അതാണ് ഇവിടെ പ്രശ്നം ഉണ്ടായത്. അപ്പൊ അവരല്ലെങ്കിലും പൊട്ടന്മാരാ. ഇവിടെ ഒരു ചെറിയൊരു ചാല് മാതിരി ഉണ്ട്. ചാലൊക്കെ മുങ്ങി. പിന്നെ അവിടെ ആയിട്ട് പോസ്റ്റുകൾ കണ്ടില്ലേ, അതിൻ്റെ ഇപ്പുറത്തായിട്ട് ആ പച്ചപ്പിൻ്റെ ഇടയിൽ ഒരു വെള്ളം പോകുന്നൊരു വഴിയാണ്. വഴിയിൽ ഫുള്ള് വെള്ളം കയറി. കണ്ടില്ലേ, ഇതാണിപ്പോൾ ചേറ്റുപുഴയുടെ അവസ്ഥ. നമുക്ക് ഇത്തിരി ദൂരം പോവാം. ഇവിടെ കാലാവസ്ഥ ഇപ്പോ ഞങ്ങൾക്കിപ്പോ പേടി എന്താന്ന് വെച്ചാൽ ഇവിടെ ഇപ്പൊ ഭയങ്കരമായിട്ട് ഇവിടെ വരെ വെള്ളം വന്നാൽ ഞങ്ങൾ പേടിക്കും. എന്താണെന്നറിയോ, ചിലപ്പോൾ വെള്ളപ്പൊക്കമായാലും ഞങ്ങൾ എൻ്റെ അപ്പയ്ക്കും എനിക്കും നല്ല പേടി. അവിടെ ആണെങ്കിലോ ഈ ചെടികളാണ് അവിടെ കിടക്കുന്നത്. ആ ഭാഗത്ത് കിടക്കുന്നത് ആ ചെടിയാണ്. ആ ചെടി പൊട്ടിപ്പോയതാ. ഞാൻ പോണില്ല. പിന്നെ ഇവിടുന്ന് പോയാൽ പിന്നെ വരാൻ പാടാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ പിന്നെ വരാൻ പാടാ. അങ്ങോട്ട് പോകണ്ട. എന്താന്ന് വെച്ചാൽ പോയാൽ പിന്നെ ഇങ്ങോട്ട് വരാൻ പാടാണ്. പിന്നെ ആണെങ്കിലും വെള്ളത്തിലേക്കാവും. നീന്താൻ അറിയുന്നവര് മാത്രം സൂക്ഷിക്കണം, അല്ലെങ്കിൽ നീന്താൻ അറിയാത്തവർ മാത്രം സൂക്ഷിച്ചാൽ മതി. നീന്താൻ അറിയാവുന്നവർ മാത്രം സൂക്ഷിച്ചാൽ പോരാ. എന്താന്ന് വെച്ചാ എവിടെയാ കനാല്, എവിടെയാ സാധാ വയലിന്ന് പോലും അറിയാത്ത സ്ഥിതിയിലാണ് ഇപ്പൊ നിക്കുന്നത്. ആ ചെറിയ ചാലിലാണെങ്കിലോ ഭയങ്കര അടിയേക്ക് പോവും. ഇവിടെയാണെങ്കിൽ ഇപ്പൊ കുറച്ച് വെള്ളം അല്ലെങ്കിൽ ഉള്ളതാണ് ഈ ഭാഗത്ത് വെള്ളം. ഇപ്പൊ ബീച്ച് പോലെ. ഇനി ഞാൻ പിടിക്കാം. നമുക്ക് പിന്നും റൈഡ് ആരംഭിക്കാം. 7 മണിയായിട്ടില്ലല്ലോ, 4:17 ഇത്രയ്ക്ക് വെള്ളം കയറുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ അപ്പുറത്ത് മെയിൻ റോഡിൽ കൂടെ പോകുമ്പോൾ ചെറിയ വെള്ളം കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ആ സൈഡിൽ മാത്രമേ വെള്ളം ഉണ്ടാവുള്ളൂ എന്ന്. ഇവിടെ ഒന്നും വെള്ളം ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചേ. പക്ഷെ ഇവിടെയൊക്കെ ജാതി വെള്ളമായി. അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ പോയാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല. തിരിച്ച് വരാണെങ്കിൽ തന്നെ ഇതന്നെ വേണം, ബോട്ട് തന്നെ വേണം. അത്രയ്ക്ക് വെള്ളം കയറിണ്ട്. എടാ നമുക്ക് അവിടം വരെ പോയാലോ? ഏത് മരം? അവിടെ ആൾക്കാരുണ്ട്. ഇവിടം വരെ ഈ മരത്തുമ്പോൾ കയറി ഒന്ന് കാണിക്കാം വെള്ളം. ഗൈസ്, നിങ്ങൾക്ക് ഞാൻ സൂം ചെയ്തിട്ട് കാണിക്കാം. കണ്ടില്ലേ, ജാതി വെള്ളം തന്നെയാ. ഭയങ്കര ഒഴുക്കും കിട്ടായിരിക്കും.